എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. ആർ ശങ്കർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം. ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ഡെർമറ്റോളജി ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. രോഗപ്രതിരോധശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമേത്? രോഗപ്രതിരോധശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ആരവല്ലി. ഗുരുശിഖർ ആരവല്ലി മലനിരയുടെ ഭാഗമാണ്. കൊങ്കണി ഏത് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്നു? കൊങ്കണി ഏത് ഭാഷാഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത്? ഇന്തോ ആര്യൻ. ഇന്തോ ആര്യൻ ഭാഷാഗോത്രത്തിലാണ് കൊങ്കണി ഭാഷ ഉൾപ്പെടുന്നത്. ഏത് സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ? ഏത് സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ? ഒഡീഷ. ഒഡീഷയിലെ ഒരു ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഹിന്ദുസ്ഥാൻ ബാങ്കാണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥമാണ് സൊളാനിൻ. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരാണ് സൊളാനിൻ. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം പ്രതിഫലനം. പ്രതിഫലനമാണ് വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതായിരുന്നു? 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ സിംല കരാർ. സിംല കരാറായിരുന്നു 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം ദുരവസ്ഥ. ദുരവസ്ഥ എന്ന കാവ്യമാണ് മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? അവശിഷ്ടാധികാരം. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം അവശിഷ്ടാധികാരം എന്നാണ് അറിയപ്പെടുന്നത്. 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്?
1958 ഒരണാ സമരം നടന്നത് എവിടെയാണ്? കുട്ടനാട്. കുട്ടനാടിൽ വെച്ചായിരുന്നു 1958 ഒരണാ സമരം നടന്നത്. ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിലാണ് ഇന്ത്യൻ നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്തുന്നത് 1.3 സെക്കൻഡ് കൊണ്ടാണ്. ഏതു പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ഏതു പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ബംഗാൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത്. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. മീഥേനാണ് ചതുപ്പുവാതകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിളയാണ് നെല്ല്. നെല്ലാണ് ധാന്യവിളകളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിള. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം. ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കെ കേളപ്പനെ പറ്റി പറഞ്ഞതാര്? കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കെ കേളപ്പനെ പറ്റി പറഞ്ഞത് സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോടിൻ്റെ കേളപ്പനെ പറ്റിയുള്ള വാക്കുകളാണ് കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്നത്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. ദീപികയാണ് പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയുടെ പുസ്തകമാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. ഇന്ത്യയിലെ പ്രധാന ഖരീഫ് വിള. ഇന്ത്യയിലെ പ്രധാന ഖരീഫ് വിള നെല്ല്. നെല്ലാണ് ഇന്ത്യയിലെ പ്രധാന ഖരീഫ് വിള. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ് ചെമ്മീൻ. ചെമ്മീനാണ് പ്രസിഡന്റിൻ്റെ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. മലയാളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് മാഗസിൻ. മലയാളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് മാഗസിനാണ് പുഴ.com. പുഴ.com ആണ് മലയാളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് മാഗസിൻ. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം പോലീസ് സ്റ്റേഷൻ. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം നോർവേ. നോർവേയാണ് നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി ഇന്ത്യയുമായി സഹകരിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം.
ഏതിൻ്റെ അയിരാണ് ഗലീന? ഏതിൻ്റെ അയിരാണ് ഗലീന? കറുത്തീയം. കറുത്തീയത്തിൻ്റെ അയിരാണ് ഗലീന. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്? വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ അടങ്ങിയ ഭാഗത്തെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്? ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? പ്രസിഡന്റ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ നിയമം ആകുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി. ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? കാവേരി. കാവേരി നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേര്? കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേരെന്താണ്? പ്രതീക്ഷ. പ്രതീക്ഷ ആണ് കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേര്. റബ്ബറിൻ്റെ രാസനാമം? റബ്ബറിൻ്റെ രാസനാമം പോളി ഐസോപ്രീൻ. പോളി ഐസോപ്രീൻ എന്നതാണ് റബ്ബറിൻ്റെ രാസനാമം. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം? ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി? ISROയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് MGK മേനോൻ. MGK മേനോനാണ് ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? കാനഡ. കാനഡയുടെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്യോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി? ബ്രിട്ടീഷ് രേഖകളിൽ കൊട്യോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്യോട്ട് രാജ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി. മാർഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? മാർഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? ആഴ്സനിക്. ആഴ്സനിക്കിൻ്റെ സാന്നിധ്യമാണ് മാർഷ് ടെസ്റ്റ് കൊണ്ട് നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി. നാറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നാറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്.
ഉത്തർപ്രദേശിലാണ് നാറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ എന്തിൻ്റെ അയിരാണ്? മെർക്കുറി. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിലെ ആകെ നദികൾ. കേരളത്തിലെ ആകെ നദികൾ 44. കേരളത്തിലാകെ 44 നദികളാണ് ഉള്ളത്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണാണ് ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. വെങ്ങാനൂർ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിൻ. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തുവാണ് കുർക്കുമിൻ. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ് മൂലമാണ് ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നത്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനാണ് വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥനാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം. ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹമാണ് ശുക്രൻ. ശുക്രനാണ് ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. CV രാമനാണ് ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജ ഹരിശ്ചന്ദ്ര. രാജ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ. കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമേഡ്. ഗാനിമേഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള കലാമണ്ഡലം
ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. ഹിമാചലാണ് ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം ചെമ്പഴന്തി. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം. ബ്രഹ്മസമാജ സ്ഥാപകൻ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ളത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ലൈക്കോപ്പിൻ. ലൈക്കോപ്പിനാണ് പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു. കാർഗിൽ യുദ്ധം നടന്ന വർഷം. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. 1999 കാർഗിൽ യുദ്ധം നടന്നത്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. വികിരണം മൂലമാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്നത്. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം 1997. 1997 പ്രസാർ ഭാരതി നിലവിൽ വന്നത്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം? ഡിസംബർ 2. ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി ML ഗോവിന്ദൻ നായർ. ML ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. റൈസോബിയം എന്നൊരു ബാക്ടീരിയയാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി.
കൊയിലാണ്ടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം സ്ഥിതികോർജം. സ്ഥിതികോർജമാണ് ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ, തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡാണ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്. മാൾവ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം. മാൾവ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനമാണ് ചുവന്ന മണ്ണ്. ചുവന്ന മണ്ണാണ് മാൾവ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത് 1907 മാഡം ബിക്കാജി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റഡ്ഗർട്ട്? ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത് 1907 മാഡം ബിക്കാജി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റഡ്ഗർട്ട്? ജർമ്മനി. ജർമ്മനിയിലാണ് സ്റ്റഡ്ഗർട്ട്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ് 1907. ഭൂമിയുടെ പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ. ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ് ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോണാണ് ദൈവകണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.